സോ എല്ലാ സ്ത്രീകളും അത് മാരീഡ് ആയിക്കോട്ടെ അൺമാരീഡ് ആയിക്കോട്ടെ ഒരു മദർഹുഡിലേക്കാണ് ദൈവം നമ്മളെ കോൾ ചെയ്തിരിക്കുന്നത്. അത് ഒരു ബയോളജിക്കൽ മദർഹുഡ് മാത്രമല്ല. ഓഫ് കോഴ്സ് എല്ലാവർക്കും പിള്ളേരുണ്ടാവണമെന്നില്ല, പക്ഷെ നമുക്കൊരു സ്പിരിച്വൽ മദറായിട്ട് ഒക്കെ ആകാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു ഇതാണ് എൻ്റെ എന്താ പറയുക, ഒരു മദർഹുഡിൻ്റെ ഒരു ഭയങ്കരമായിട്ട് എന്നെ കൺവിക്ഷൻ തന്ന ഒരു ഇതായിരുന്നു. നമ്മളെ എവ്രി വിമൻ ഈസ് കോൾഡ് ടു മദർഹുഡ്. നമുക്ക് മദർഹുഡിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ കൺവിക്ഷൻ ഇല്ല ശരിക്കും എന്താണ് മദർഹുഡ്. അത് കാരണം തന്നെ ആ കൺവിക്ഷൻ ഇല്ലാത്തത് കാരണം നമുക്കത് എംബ്രേസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ ഓഫ് കോഴ്സ് സൈറ്റൻ നമ്മൾ സ്ത്രീകളെ ഭയങ്കരമായിട്ട് ട്രിക്ക് ചെയ്യും പല ലൈസ് തന്നിട്ട്. അതായത് മദർഹുഡ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്താ പറയുക, മദർഹുഡിനെ ഒത്തിരി താഴ്ത്തി കളയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ, ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് സാക്രിഫൈസ്, ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രത്യേകിച്ച് നിൽക്കുന്നത്. പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ ലെറ്ററിൽ പറയുന്നുണ്ട്, അതും കൂടെ ഞാൻ വായിക്കാം. Yet she will be saved through childbearing if they continue in faith, love and holiness with self-control. സോ എനിക്ക് തോന്നിയിട്ടുള്ള നമുക്ക് ആസ് ക്രിസ്ത്യൻ മദേഴ്സ് അല്ലേ, ഇറ്റ്സ് അവർ വേ ടു ഹെവൻ. അതിൽ കൂടെ ഉണ്ടാവുന്ന ചാലഞ്ചസ് ഈസി അല്ല, ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. ചൈൽഡ് ബെയറിങ്ങും പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ഒക്കെ ഓഫ് കോഴ്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് സാക്രിഫൈസ്. പക്ഷെ അതിനെ നമ്മൾ എംബ്രേസ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് അവർ ഡോർവേ ടു ഹെവൻ. അതിൽ കൂടി നമുക്കൊരു അതെനിക്കൊന്ന് ഒത്തിരി മദേഴ്സിന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ചിലപ്പം കുഞ്ഞുങ്ങളുണ്ടാവുന്നതിന് മുമ്പ് ആവശ്യത്തിന് പേഷ്യൻസോ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റിയോ ഒക്കെ കുറവായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അവർക്ക് പറയാൻ പറ്റും അവർക്കുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ കുറേ കൂടെ പേഷ്യൻ്റായി, കുറേ കൂടി ഫ്ലെക്സിബിളായി, നമ്മുടെ ജീവിതത്തിലെ കുറേ ടൈം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു അല്ലേ. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതിനെ എംബ്രേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ റെസിസ്റ്റ് ചെയ്യാം വിത്ത് ലോട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ അല്ലെ. അപ്പോൾ നമ്മൾ ബിറ്റർ ആവും. പക്ഷേ എംബ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു ചേഞ്ച് സംഭവിച്ചു, അതിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് നമുക്ക് കർത്താവ് കാണിച്ചു തരുന്നത്. പിന്നെ അതേപോലെ തന്നെ മാത്യു 25:40 വചനത്തിൽ പറയുന്നുണ്ട്, അതായത് ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. ഈ ചെറിയവർ എന്ന് പറയുന്ന ആരാണ്? ഇറ്റ്സ് ആക്ച്വലി വീക്ക് ആൻഡ് വൾണറബിൾ വൺസ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ദേ ആർ വീക്ക് ആൻഡ് ദേ ആർ വൾണറബിൾ. നമ്മൾ അവരെ നോക്കിയെങ്കിലും മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാമല്ലോ. അത് നമ്മുടെ കുഞ്ഞിന് നമ്മൾ പാല് കൊടുക്കണം, നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യണം. നമ്മളവരെ ശരിക്കും പറഞ്ഞാൽ ഈശോ രണ്ടാമത് വരുമ്പോൾ ചോദിക്കും നിങ്ങൾ എന്നെ കഴിപ്പിച്ചോ ഉടിപ്പിച്ചോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിന് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യവും അതാണ്. അപ്പം നമുക്കൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതായത് ഞാൻ ഈ ചെയ്യുന്ന ജോലി ഒന്നും പാഴായി പോകുന്നില്ല, കാരണം ഞാൻ എൻ്റെ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഈശോയെ തന്നെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്.